الله أكبر الله أكبر. ഹലോ, വെൽക്കം ടു സിഫ്നാസ് വേൾഡ്. നമ്മളിതാ ഖത്തറിൽ നിന്നും UAE-യിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഖത്തർ മുതൽ UAE ബോർഡർ വരെയുള്ള വിശേഷങ്ങളെല്ലാം നിങ്ങളുമായി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പങ്കുവച്ചിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അത് പോയി കാണുക. ഒപ്പം നമ്മളിതാ ഇവിടുത്തെ യാത്ര തുടരുകയാണ്. നമ്മൾ UAE-യുടെ ബോർഡറിലേക്ക് കയറി ഇനി ഇവിടെ നിന്ന് നമ്മൾ അബുദാബിയിലേക്ക് യാത്ര പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. പിന്നെ അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അൽസില ബോർഡറിൽ നിന്നും നമ്മുടെ അബുദാബിയിലേക്ക് ഏകദേശം 3 മണിക്കൂറാണ് നമുക്ക് ടൈം വരുന്നത്. 330 കിലോമീറ്റർ ആണ് യാത്രാ ദൂരം വരിക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു, മൊത്തം നമ്മുടെ റോഡ് സൈഡിലെല്ലാം ഫുൾ മണ്ണായിരുന്നു, മണലാരണ്യങ്ങളായിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ കുറച്ച് പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ചെറിയ മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ രണ്ട് സൈഡിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും സമയം നമ്മൾ ഒരുപാട് മണൽത്തരികളും മണ്ണ് മാത്രം കണ്ടുവന്നിട്ട് ഇവിടെ നല്ലൊരു പച്ചപ്പ് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ UAE-യിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് റോഡായിട്ടുള്ള E11 ഹൈവേയിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ഹൈവേ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ എമിറേറ്റ്സുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹൈവേ കൂടിയാണ്. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് വരുന്നത് കാറിന് 160 കിലോമീറ്റർ സ്പീഡും ട്രക്കിനാണെങ്കിൽ 80 കിലോമീറ്റർ സ്പീഡുമാണ്. അങ്ങനെ നമ്മൾ യാത്ര തുടരുന്നു. അങ്ങനെ കുറച്ച് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ അബുദാബിയിൽ എത്തിയിരിക്കുകയാണ്. UAE-യുടെ ക്യാപിറ്റൽ സിറ്റിയാണ് അബുദാബി. അപ്പോൾ അബുദാബിയിലെ കാഴ്ചകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. രണ്ട് സൈഡിലും നിറയെ മരങ്ങളും ഈന്തപ്പനകളും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് UAE-യിലെ ഏറ്റവും വലിയ മോസ്കായ ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അത് അബുദാബിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ധാരാളം ബിൽഡിങ്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. സൈഡിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ബിൽഡിംഗ് കാണുന്നുണ്ട്. ആ ബിൽഡിംഗ് എന്താണെന്നറിയോ? അത് നാഷണൽ അക്വേറിയം ഓഫ് അബുദാബി ആണ്. ഒരു വലിയൊരു നാഷണൽ അക്വേറിയത്തിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ പലതരം വെറൈറ്റി ആയിട്ടുള്ള പല മോഡലിലുള്ള ബിൽഡിങ്സുകളൊക്കെ നമുക്ക് ഈ സൈഡുകളിൽ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് വ്യത്യസ്തപരമായ ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളുടെ നാടാണ് അബുദാബി എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടും പല മോഡലിലുള്ള ബിൽഡിങ്സ് ഒക്കെ ഉള്ള ധാരാളം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് അബുദാബി. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു വലിയൊരു ബ്രിഡ്ജിലേക്ക് കയറുകയാണ് കേട്ടോ. ഈ ബ്രിഡ്ജിന്റെ പേരാണ് മുസഫ ബ്രിഡ്ജ്. അബുദാബിയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജാണ് മുസഫ ബ്രിഡ്ജ്. നല്ല മനോഹരമായ ഒരു ബ്രിഡ്ജാണ്. രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജ് കൂടിയാണ് മുസഫ ബ്രിഡ്ജ്. അപ്പൊ ഈ മുസഫ ബ്രിഡ്ജൊക്കെ കയറി നമ്മൾ പോകുന്നത് നമ്മുടെ ഗ്രാൻഡ് മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങകലെ നമ്മുടെ ഗ്രാൻഡ് മോസ്ക് കണ്ടു തുടങ്ങി. ആ കാണുന്ന ആ വലിയൊരു പള്ളി കണ്ടോ? ആ ഒരു 4 മിനാരമുള്ള ആ ഒരു മോസ്കാണ് നമ്മുടെ UAE-യിലെ ഏറ്റവും വലിയ മോസ്കായ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അങ്ങനെ നമ്മൾ മോസ്കിന്റെ കവാടത്തിലേക്ക് കയറാൻ പോവാണ്. ഇത് വലിയൊരു 6 നമ്പറുള്ള വലിയൊരു കവാടമാണ്. അപ്പൊ ഈ ഒരു കവാടത്തിലൂടെ നമുക്ക് അകത്തേക്ക് പോവാം. വലിയ വിശാലമായ ഒരു ഏരിയ തന്നെ നമുക്ക് ആ ഒരു മോസ്കിന് ചുറ്റും കാണുന്നുണ്ട് കേട്ടോ. ധാരാളം ഈന്തപ്പനകളും ഗാർഡനും ഒക്കെ ഉണ്ട് ഈ ഒരു മോസ്കിന് ചുറ്റിനും. അപ്പൊ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഈ മോസ്കിനകത്തേക്ക് കയറാം. അങ്ങനെ നമ്മൾ മോസ്കിനകത്തേക്ക് പോവാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ പോകുന്നത് ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ കണ്ടോ? മുകളിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പം ആ ഒരു മോസ്കിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങിന്റെ അകത്തൂടെ പോകുന്നതാണ്. ഇതാണ് ടോളറൻസ് പാത്ത്. ഈ പാത്തിലൂടെ നടന്നിട്ട് വേണം നമുക്ക് മോസ്കിനകത്തേക്ക് എത്താനായിട്ട്. വലിയ വലിയ നീളമുള്ള എസ്കലേറ്ററുകളാണ് നമുക്ക് ഇവിടെ വെച്ചിട്ടുള്ളത്. നല്ല തിരക്കുള്ള ഒരു ദിവസമാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളും എസ്കലേറ്ററിലേക്ക് കയറുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല തിരക്കുണ്ട്. അപ്പൊ സൈഡിലൊക്കെ കുറെ പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എലിസബത്ത് രാജ്ഞിയൊക്കെ വന്നിട്ടുള്ള ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഈ മോസ്ക് കാണാൻ വേണ്ടിയിട്ട് വന്ന വിസിറ്റേഴ്സ് ആണ്. എലിസബത്ത് രാജ്ഞി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നിട്ടുണ്ട്. അവരെല്ലാവരും ഈ ഒരു മോസ്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പം ഈ ഒരു എസ്കലേറ്ററിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറെ കാഴ്ചകൾ കാണുന്നുണ്ട്. അതായത് ആ ഒരു ബിൽഡിംഗ് പണിതതൊക്കെ 1996 നവംബർ 5-നാണ് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഈ ഒരു മോസ്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ ഫോട്ടോസ് ആണ് ഈ സൈഡിലൊക്കെ
വെച്ചിട്ടുള്ളത്. അന്ന് പണിതിട്ടുള്ള ഫോട്ടോസും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കുറേ ഫോട്ടോസ്, ആ ഒരു മോസ്കുമായി ബന്ധപ്പെട്ട കുറേ ഫോട്ടോസ് ഒക്കെ നമുക്കിവിടെ സൈഡിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ എസ്കലേറ്ററിലൂടെ കുറച്ചധികം ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വരുന്ന സ്ത്രീകൾ എല്ലാവരും തന്നെ തലയിൽ ശിരോവസ്ത്രം അല്ലെങ്കിൽ ഒരു ഷോളോ സ്കാർഫോ എന്തെങ്കിലും ധരിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഞാനും തലയിൽ ഷോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ജാതിമത ഭേദമന്യേ ആരായാലും നമുക്കിവിടെ ഷോൾ നിർബന്ധമാണ്. പിന്നെ ഈ ഒരു മോസ്കിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ ഫീ ഇല്ല, ഫ്രീ ആണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കണം. അവിടെ ഒരു സ്ഥലത്ത് നമുക്ക് രജിസ്റ്റർ കൗണ്ടറിൽ പോയി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് പോവാണ്. ഇനിയാണ് നമ്മൾ നമ്മളുടെ ഗ്രാൻഡ് മോസ്ക് കാണാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അത് കാണുന്നതിനുള്ള ഒരു എക്സൈറ്റ്മെന്റോട് കൂടി ഞങ്ങൾ മുകളിലേക്ക് കയറി പോവാണ്. അപ്പൊ നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങാണ്. ഇതാണ് നമ്മളുടെ ഗ്രാൻഡ് മോസ്ക്. നമ്മുടെ UAE-യിലെ ഏറ്റവും വലിയ മോസ്ക് ആണെന്ന് പറഞ്ഞല്ലോ. ഈ മോസ്ക് പണി കഴിപ്പിച്ചത് UAE-യുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ ആണ്. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഈ ഒരു മോസ്ക് ഇന്ന് അറിയപ്പെടുന്നതും. അങ്ങനെ മോസ്കിന്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ചുറ്റുപാടും ഇവിടെ ചെറിയൊരു ഗാർഡൻ ഒക്കെ സെറ്റപ്പ് ഉണ്ട്. അവിടെ ആദ്യം നല്ല സുഖമായിട്ട് ഓടിക്കളിച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റിനുമുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണുകയാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി തന്നെ നമുക്ക് ഇന്ന് നല്ലൊരു കാലാവസ്ഥയും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് സൈഡിലായിട്ട് തന്നെ നല്ല മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനും കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ട് നമ്മൾ പള്ളിയുടെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ നടക്കുകയാണ്. ഈ പള്ളി പണി കഴിപ്പിച്ചത് 1996 നവംബർ 5-നാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2007-ലാണ് ഈ ഒരു മോസ്കിന്റെ പണി പൂർത്തിയാവുന്നത്. ഏകദേശം 30 ഏക്കറോളമാണ് ഈ ഒരു മോസ്ക് കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ മോസ്കിന്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അപ്പൊ പള്ളിയുടെ അകത്തേക്ക് നമ്മൾ കയറുകയാണ്. നല്ല മനോഹരമായ കുറേ പില്ലറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ പില്ലറുകളിലും നല്ല ഗോൾഡ് വെച്ചിട്ടാണ്, ഗോൾഡ് തന്നെയാണോ എന്ന് അറിയില്ല, അതിന്റെ ആ ഒരു മെറ്റീരിയൽ ആണോ അത് വെച്ചിട്ട് നല്ല ഭംഗിയിൽ നമുക്കിങ്ങനെ നമ്മളെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ നല്ല രസമുള്ള കുറേ ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചുമരുകളിലൊക്കെ പലതരം ഡിസൈനുകളുണ്ട്. മുകളിലും താഴെയും ഒക്കെ ആയിട്ട് ധാരാളം പില്ലറുകൾ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു മോസ്കിനകത്തേക്ക്. ഇവിടെ നമുക്ക് ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും ഇവിടെ നമുക്ക് കയറാവുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകൾ എല്ലാവരും തലയിൽ ഒരു സ്കാർഫോ ഷോളോ എന്തെങ്കിലും ധരിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന ഈ സൈഡിലൊക്കെ നമുക്ക് ചെറിയൊരു വാട്ടറിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ അകത്തളത്തിലേക്ക് വരുമ്പോൾ നല്ല വലിയൊരു ഇന്നർ കോർട്ട്യാർഡ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മോസ്കിന്റെ ആർക്കിടെക്ട് സിറിയൻ ആർക്കിടെക്റ്റായ യൂസഫ് അബ്ദൽക്കിയാണ്. ഈ ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ടും ഇസ്ലാമിക് കൾച്ചറിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ആ ഒരു സ്റ്റൈൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 2 ബില്യൺ ദിർഹം ആണ് ഈ ഒരു മോസ്ക് പണിയുന്നതിന് ആവശ്യമായി വന്ന തുക. അപ്പോ ഈ മോസ്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവാണ്. ഇത് വലിയ വലിയ മിനാരങ്ങളുള്ള ഒരു മോസ്ക് കൂടിയാണ്. 4 മിനാരങ്ങളാണ് ഈ ഒരു മോസ്കിനുള്ളത്. ഇതിന്റെ ചുറ്റുപാടുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് ഇന്നർ കോർട്ട്യാർഡ് ആണ്. ഇതിനകത്ത് വലിയ വിശാലമായ ഒരു ഏരിയ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ മോസ്ക് പണിയുന്നതിന് നേതൃത്വം നൽകിയ UAE-യുടെ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ 2004-ലാണ് അന്തരിക്കുന്നത്. അദ്ദേഹം അന്തരിച്ചതിന് ശേഷം അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നത് ഈ ഒരു മോസ്കിലുള്ള കോർട്ട്യാർഡിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ താഴെയെല്ലാം നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പെയിന്റിങ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ മാർബിൾ മൊസൈക്ക് യൂസ് ചെയ്തിട്ടുള്ള ഫ്ലോറൽ പെയിന്റിങ്സ് ആണ്. തികച്ചും നാച്ചുറൽ മെറ്റീരിയൽസ് ആയ മാർബിൾ സ്റ്റോൺ, ഗോൾഡ്, ക്രിസ്റ്റൽ, സെമി പ്രഷ്യസ് സ്റ്റോൺസ്, സിറാമിക്സ് തുടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മോസ്കിന്റെ ഡിസൈനും കൺസ്ട്രക്ഷനും ചെയ്തിട്ടുള്ളത്. ഇവിടെ നല്ല ഭംഗിയുള്ള ഒരു ക്ലോക്ക് ഇരിപ്പുണ്ട്. ഈ ക്ലോക്കിൽ ഓരോ നിസ്കാര സമയങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ടൈമുകൾ അതിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചുമരിലെ എന്താ പറയുക കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കണ്ട് നടക്കുകയാണ്. അതിമനോഹരമായ ഒരു ഏരിയയിലേക്ക് കൂടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. എന്താ പറയാ, അത്ര മനോഹരമാണ്. ഉള്ളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എത്ര മനോഹരമായ ഒരു മോസ്ക് ആണോ ഇതെന്ന്. അത്രയ്ക്ക് രസമാണ് ഇതിന്റെ അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ പ്രയർ ഏരിയ ആണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏകദേശം 7000-ൽ മേൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പ്രയർ ഏരിയ ആണ് ഈ കാണുന്ന ഭാഗം. ഈ ഒരു മോസ്കിൽ മുഴുവനായിട്ടും ഒരു 40,000 വിശ്വാസികൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഈ ഒരു ഹാളിന്റെ താഴെ കാണുന്ന കാർപ്പറ്റ് വളരെ വലിയൊരു കാർപ്പറ്റ് ആണ് കാണുന്നത്. ഈ ഒരു കാർപ്പറ്റ് ലോകത്തിലെ തന്നെ വേൾഡ്സ് ലാർജസ്റ്റ് കാർപ്പറ്റുകളിൽ ഒന്നാണ്. അത് ഇറാനിയൻ കാർപ്പറ്റ് കമ്പനിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ നടുഭാഗത്തേക്ക് നല്ല മനോഹരമായ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ കണ്ണിനെ അഞ്ചിപ്പിക്കുന്ന അത്ര മനോഹരമായ ലൈറ്റുകളാണ് ഇട്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ ഇവിടെ ഈ ഒരു മോസ്ക് കാണാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്. സ്വദേശീയരും വിദേശീയരുമായ ധാരാളം ആളുകൾ എത്തുന്നുണ്ട്. അപ്പം നിങ്ങൾ UAE-യിലോ അല്ലെങ്കിൽ ഇതിന്റെ സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ UAE-ക്ക് വരാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോസ്ക് കണ്ടിരിക്കുക. അത്ര മനോഹരമായ ഒരു മോസ്ക് ആണ്. അപ്പോൾ ധാരാളം കണ്ടോ, ഒരുപാട് വിദേശീയരൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ താഴെയുള്ള ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ അത് വളരെ എല്ലാവരെയും അട്രാക്ട് ചെയ്യുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതെല്ലാം മൊസൈക്കും അതുപോലെ മാർബിളൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഡിസൈനുകളാണ്. കുറെ വർഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നാച്ചുറൽ മെറ്റീരിയൽസ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടോളൂ. ഇവിടെ കുറച്ച് ചെറിയൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പൊടിയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ ഇവിടത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ആകാശമൊക്കെ നല്ല മേഘാവൃതമായിട്ട് നിൽക്കുകയാണ്. ഇതെല്ലാം പുറത്തെ കാഴ്ചകളാണ്. അവിടെ റോഡ് സൈഡിലൊക്കെ ഈന്തപ്പനകളൊക്കെ ഉണ്ട്. ഇവിടെ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളൊക്കെ ആ റോഡിലൂടെ പോകുന്നത് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ടോ, കുറച്ച് ബിൽഡിങ്സും ഒക്കെ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ ചുറ്റിനും വരുന്ന കാഴ്ചകൾ കണ്ടോ. ഞങ്ങൾ അങ്ങനെ പള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ട് അതിന് തൊട്ട് സമീപത്തുള്ള സൂഖ് അൽജാമി എന്ന സൂക്കിലേക്ക് കയറി. ഒരു വലിയൊരു ഷോപ്പിംഗ് മാളാണിത്. ഇവിടേക്ക് കയറുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച ഇതാണ് കേട്ടോ. കണ്ടാല് ഗോൾഡ് ബാറുകൾ അടക്കി വെച്ചിരിക്കുന്നത് പോലത്തെ ഒരു കാഴ്ച. സംഭവം അതൊന്നുമല്ല, ക്യാമൽ മിൽക്ക് സോപ്പാണ്. അതൊരു ഗോൾഡ് ബാർ പോലെ ഇങ്ങനെ ഗോൾഡ് കളറിലെ പേപ്പറൊക്കെ ചുറ്റി നല്ല ഭംഗിയിൽ ഇങ്ങനെ അടക്കി വെച്ചിട്ടുള്ളതാണ്. നല്ല രസമായിട്ട് കാണാനായിട്ട്. അപ്പൊ അതൊക്കെ കണ്ട് മുന്നോട്ട് പോവാണ്. ഇവിടെ എല്ലാം തന്നെ നമ്മുടെ അറബിക്കിലുള്ള കുറേ സുവനീറുകളും ഒക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രാജ്യത്തെ സുവനീറുകൾ ധാരാളം ഉണ്ട്. ഒരു ഒട്ടകത്തിന്റെ രൂപമൊക്കെ കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും ഓരോ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടെ എല്ലാം കുറേ ഉണ്ട്, ധാരാളം ഉണ്ട് കേട്ടോ സുവനീറുകൾ. ഇവിടെ ഏതാണ്ട് നിറച്ച് സാധനങ്ങളാണ് ഇവിടെ എല്ലായിടത്തും. അങ്ങനെ ഇവിടെയൊക്കെ ധാരാളം ഈ അറേബ്യൻ കൾച്ചറിലുള്ള അവിടുത്തെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ വേഷവിധാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ യൂസ് ചെയ്യുന്ന പലതരം ഉപകരണങ്ങളും ലൈറ്റുകളും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ ഇവിടെ ഇതാണ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. അദ്ദേഹമാണ് ഫാദർ ഓഫ് അവർ നേഷൻ, അതായത് UAE-യുടെ ഫാദറാണ് അദ്ദേഹം. അദ്ദേഹമാണ് ആദ്യത്തെ പ്രസിഡന്റ്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഒരു മോസ്ക് പണി കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പിക്ചറും അദ്ദേഹത്തിന്റെ തോട്ട്സുകൾ അടങ്ങിയ ബുക്സും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഓരോ പിക്ചേഴ്സും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഇവിടെയും ധാരാളം സുവനീറുകൾ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കുറേ സാധനങ്ങൾ കണ്ടോ. ഇത് രസമാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് നല്ല ഭംഗിയിൽ കളർഫുൾ ആയിട്ട് അതൊക്കെ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാഴ്ചകളെ കണ്ട് വെച്ച് പോവാണ്. ഇവിടെ ദ ബ്ലാക്ക് സ്റ്റോൺ ഓഫ് കാബയുടെ ബ്ലാക്ക് സ്റ്റോണിന്റെ ഒരു പിക്ചർ ഇതോടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ടു. അങ്ങനെ അതൊക്കെയാണ് സംഭവം. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകണം. ഇവിടെ കുറേ ലൈറ്റുകളും നല്ല മനോഹരമായ അറബിക് സ്റ്റൈലിലുള്ള ലൈറ്റുകളൊക്കെയാണ് എല്ലാവരും വെച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ ആ മാളിനകത്തൂടെ അങ്ങനെ നടക്കുകയാണ്. അങ്ങനെ മാളിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഇതാണ് മാളിലേക്കുള്ള കവാടം കാണുന്നതാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഷെയ്ഖ് സെയ്ദ് ഗ്രാൻഡ് മോസ്കും അതിന്റെ ചുറ്റുപാടുള്ള കാഴ്ചകളും അബുദാബിയിലേക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഈ യാത്രയുടെ തുടർച്ച വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായും വീണ്ടും കാണാം.